Hi. അപ്പോൾ നമ്മുടെ RRB NTPC എക്സാംസിന് ഒരുപാട് ദിവസമില്ല. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ഈ ഒരു സെഷൻസ് ഒക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാക്ടീസ് നല്ലപോലെ തന്നെ നിങ്ങളുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആയാലും റീസണിംഗ് ആയാലും അതുപോലെ ജനറൽ അവയർനെസിൻ്റെ ഏരിയ ആയാലും ഒക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ മുമ്പുള്ള സെഷൻസ് ഒക്കെ തന്നെ നിങ്ങൾ നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇനി എത്രയും പെട്ടെന്ന് തന്നെ അത് ഓടിച്ച് കണ്ടിട്ട് തന്നെ എക്സാമിന് പോകാം. ബിക്കോസ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഒന്നും തന്നെ മിസ്സാവാൻ പാടില്ല. നമ്മൾ ഈ സെഷനിൽ നമ്മുടെ RRB NTPCയുടെ പ്രീവിയസ് ഇയർ അതേ ക്വസ്റ്റൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയിൽവേയിൽ റീസെൻ്റ്ലി 2024 ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസും അങ്ങനെയുള്ള ഏരിയാസിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ മുമ്പ് നമ്മൾ ഒരുപാട് ക്വസ്റ്റൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്നുകൂടി വർക്കൗട്ട് ചെയ്തിട്ട് പോവുക. ക്വസ്റ്റൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ക്വസ്റ്റൻസ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ സെഷനിൽ നമുക്ക് റിമൈനിങ് RRB NTPC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിലേക്ക് നമുക്ക് പോകാം. സോ നമുക്ക് ഈ ഒരു സെഷനിലെ ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റൻ ഇപ്പോൾ നമ്മുടെ ഒരു സെഷനിൽ നമ്മുടെ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റൻസ് ആണ് നമ്മുടെ പ്രൈം നമ്പേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെഷനിൽ നമ്മൾ പ്രൈം നമ്പറായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു 1 to 100 ഇടയ്ക്ക് സീരീസ് വരുന്നത്, ഓരോ 10ൻ്റെ ഇടയ്ക്കും എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾ നോക്കിയിട്ട് പോകണം, സ്മോളസ്റ്റ് പ്രൈം നമ്പേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് പോകണം. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് റേഞ്ചിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്, ഇപ്പോൾ 20 to 80 ഇടയ്ക്ക് എത്ര എണ്ണം ഉണ്ട്, 1 to 50 ഇടയ്ക്ക് എത്ര ഉണ്ട്, 50 to 100 ഇടയ്ക്ക് എത്ര ഉണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെയും കാണുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൈം നമ്പേഴ്സിന്റെ ഡയറക്റ്റ് ക്വസ്റ്റൻസ് മാത്രമല്ല, ഈ പ്രൈം നമ്പേഴ്സിനെ എടുത്തിട്ട് ആവറേജ് കണ്ടുപിടിക്കാനോ സമ്മ് കണ്ടുപിടിക്കാനോ അതേപോലത്തെ ക്വസ്റ്റൻസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. സം ഓഫ് ദി ഫസ്റ്റ് 8 പ്രൈം നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ 7 ഈസ് ഈക്വൽ ടു എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് വന്നേക്കുന്നത് 14, 13, 11 ആൻഡ് 10 ആണ് നമുക്ക് ഓപ്ഷൻസ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു 1 minute ടൈമർ കൊടുക്കാം ആദ്യം നിങ്ങൾക്കൊന്ന് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു 1 minute അകത്ത് തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് എടുക്കാൻ നോക്കുക. നമ്മുടെ ടൈം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 minute ടൈം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദ സം ഓഫ് ദി ഫസ്റ്റ് 8 പ്രൈം നമ്പേഴ്സ് ഡിവൈഡ് ബൈ 7 ഈസ് ഈക്വൽ ടു. അപ്പോൾ വളരെ പെട്ടെന്ന് ആ ഒരു 1 minute അകത്ത് തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് ചെയ്ത് നിങ്ങൾ എടുക്കാൻ നോക്കുക. എന്തായി ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടുന്നുണ്ടോ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്, വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുക മാക്സിമം ആ ഒരു ആൻസർ എടുക്കുന്ന സമയത്ത് യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുക. കോമ്പിനേഷൻസ് എടുക്കാൻ നോക്കുക. ലൈക്ക് ഈ ബൈ 7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾസ് കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ ആ കോമ്പിനേഷൻ പിക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ പിക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാനും ആൻസറിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു 1 minute കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് ആൻസർ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ആൻസർ എടുക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ 8 പ്രൈം നമ്പേഴ്സ്, ഫസ്റ്റ് 8 പ്രൈം നമ്പേഴ്സ്? നിങ്ങൾക്കറിയാം നമ്മൾ ഇന്നലെ ഒരു കോഡ് പറഞ്ഞിരുന്നു 4422322321. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു 1 തൊട്ട് 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കോഡ് എങ്ങനെ വരുന്നത് പറഞ്ഞാൽ 4422322321 എന്ന് നമുക്ക് ആ ഒരു കോഡ് വരും. ഓക്കെ, 4422322321. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 50. ഓക്കെ, അപ്പോൾ നമുക്ക് 4 4 8 + 2 10 പിന്നെ അവിടെ 15 പ്രൈം നമ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഒരു ഇത് നോക്കി റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത 50ന്റെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 + 2 5, 2 + 2 4 + 1 5. സോ 5 + 5 നമുക്ക് 10 പ്രൈം നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ 8 പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എവിടെ വരെ ആയിരിക്കണം? നമ്മുടെ ഈ പറയുന്ന 10 to 20യുടെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആ നമ്പേഴ്സ് എടുത്താൽ മതി. സോ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ആ നമ്പേഴ്സ് ഏത് റേഞ്ചിലാണ് വരുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കോഡ് ഡെഫിനറ്റ്ലി പഠിച്ചു വെക്കുക. ഈ 4422322321 ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് റേഞ്ചിലൊരു നമ്പേഴ്സ് ചോദിച്ചാലും എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്നൊക്കെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യാൻ നിങ്ങൾ ഈ കോഡ് ഹെൽപ്പ് ചെയ്യും. 4422322321. അപ്പോൾ നമുക്ക് ഇവിടെ കാണാനും പറ്റും, നമുക്ക് ഈ ഒരു റേഞ്ച് റിപ്പീറ്റ് ആവുന്നുണ്ട് 223223 എന്നിട്ട് ലാസ്റ്റ് 21. അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾ നല്ലപോലെ നോക്കി നോക്കുക. ഇനി നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ 8 പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2 ഉണ്ട്, അതിനുശേഷം 3 ഉണ്ട്, ദെൻ നമുക്ക് 5 ഉണ്ട്, ആൻഡ് ദെൻ നമുക്ക് 7 ഉണ്ട്. അതിനുശേഷം പിന്നെ അടുത്ത 4 പ്രൈം നമ്പേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 11, 13 ആൻഡ് 17 ആൻഡ് ദെൻ ലാസ്റ്റ് 19.
ഇനി ചോദിക്കുന്നത് ഇതെല്ലാം കൂടി സം ചെയ്തിട്ട് നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്? നമ്മുടെ ഡിവൈഡ് ബൈ 7 ആണ് പറഞ്ഞേക്കുന്നത്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾസ് പിക്ക് ചെയ്യുക അവിടുന്ന്, എന്നിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് 10ന്റെ മൾട്ടിപ്പിൾസിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ ആഡ് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് 10ന്റെ മൾട്ടിപ്പിളിലേക്ക് ആക്കുന്ന രീതി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ 11ഉം ഈ 19ഉം ആഡ് ചെയ്താൽ എത്ര വരും? 30 വരത്തില്ലേ? അല്ല 13ഉം 17ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്ര വരും? 30 വരത്തില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഈ 7ഉം 3ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്ര വരും? 10 വരുന്നില്ലേ? അതേപോലെ ലാസ്റ്റിൽ നമുക്കൊരു 2ഉം 5ഉം മാത്രം എക്സ്ട്രാ ഉണ്ട്, എന്ന് പറഞ്ഞാൽ 7 എക്സ്ട്രാ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 30 + 30 60 + 10 70 70 + 2 + 5 7. അപ്പോൾ 70 + 7 നമുക്ക് എത്ര വരും? 77 വരും. ആൻഡ് 77 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയാണ് വരാൻ പോകുന്നത്? നമുക്ക് 11 ആൻസർ വരാൻ പോകുന്നത്. സോ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഓപ്ഷൻ സി 11 നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കാണാൻ പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ വരും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അതിനൊന്ന് ആഡ് ചെയ്തെടുക്കുക, എന്നിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുക, നമുക്ക് ആൻസർ ക്ലിയർ അല്ലേ? അപ്പോൾ ഈസി ക്വസ്റ്റൻ ആയിരുന്നു, വലിയ ഡിഫിക്കൽട്ട് അല്ല, നമുക്ക് ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണിത്. അതെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നത് സം ഓഫ് 5 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, സം ആണ്. ദ സം ഓഫ് 5 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 3720. The sum of the third largest and the largest even number among them is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ സം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത് സം ഓഫ് ദി തേർഡ് ലാർജസ്റ്റ്, മൂന്നാമത്തെ ലാർജസ്റ്റും അല്ലാതെ ലാർജസ്റ്റ് ഈവൻ നമ്പർ, അതിൽ തന്നെ ഏറ്റവും വലിയ ഈവൻ നമ്പറും അതിന്റെ സം എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഗെയിൻ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1492 തന്നിട്ടുണ്ട്, 1488 തന്നിട്ടുണ്ട്, 1432 ആൻഡ് 1388 ആണ് നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സ്. അപ്പോൾ എഗെയിൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടൈമർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 മിനിറ്റ് ടൈമർ. പെട്ടെന്ന് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. യൂഷ്വലി നമ്മൾ പണ്ട് തൊട്ട് ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന രീതി കുറച്ചുകൂടെങ്കിലും അറിയായിരിക്കും. x+1 x+2 x+3 x+4 എന്നൊക്കെ എടുത്താണ് ഒരുപാട് പേര് ഈ ക്വസ്റ്റൻസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പാറ്റേൺസ് പിന്നെ ഇംപ്രൂവ് ആയതിനു ശേഷമാണ് പിന്നെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് വന്നിട്ടുള്ളത്. ഏത്? ഒരെണ്ണം x എന്ന് എടുക്കും, ഒരെണ്ണം x+1 എന്ന് എടുക്കും, ഒരെണ്ണം x-1 എന്ന് എടുക്കും, പിന്നെ ഒരെണ്ണം x+2 എന്ന് എടുക്കും, പിന്നെ ഒരെണ്ണം x-2 എന്ന് എടുക്കും. ആ ഒരു സ്റ്റെപ്സ് വന്നേക്കുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യുന്നതിന് പകരം വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ നമ്പറിന്റെ നടുക്കുള്ള നമ്പർ എടുത്തുകൊണ്ട് നിങ്ങളുടെ അതിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തുള്ള കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് വേണമെങ്കിൽ ഓഡ് നമ്പേഴ്സോ ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതിയെടുക്കാൻ പറ്റും. എനിക്ക് സോ ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ പണ്ട് തൊട്ടേ ചെയ്യുന്ന ആ x+1 അല്ലെങ്കിൽ x+2 x-2 x+4 x-4 നടുക്കുള്ളത് x അങ്ങനെയൊക്കെ എടുക്കുന്ന മെത്തേഡ്സ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു 1 മിനിറ്റ് ടൈമർ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് അതിൻ്റെ ആൻസേഴ്സിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 5 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ് 3720 എന്ന് വന്നത് തന്നേക്കുന്നത്. ഇനി നമുക്കല്ല ലാർജസ്റ്റ്, തേർഡ് ലാർജസ്റ്റും ഏറ്റവും ലാർജസ്റ്റും ഓക്കെ ഉള്ളതിൽ 5ാമത്തെ നമ്പർ അതായിരിക്കും ഏറ്റവും വലിയ ലാർജസ്റ്റ്. ആ നമ്പറിന്റെ സം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ 5 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, ഓക്കെ 5 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ സം ആണ് 3720 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ നമ്പറിനെ ഒന്ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് 5 കൊണ്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. 5 എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഏതായിരിക്കും? നടുക്കുള്ള നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 37 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ടൈംസ് പോകും? 7 ടൈംസ് പോകും, 35. ദെൻ റിമൈൻഡർ 22 വരും. 22ൽ നമുക്ക് 5 എത്ര വട്ടം പോകും? 4 വട്ടം പോകും. അതിനുശേഷം നമുക്ക് വീണ്ടും റിമൈൻഡർ 2 വരും ആൻഡ് 20 വരും. സോ 20 എന്ന് പറയുമ്പോൾ നമുക്ക് അഗെയിൻ 20ൽ നമ്മുടെ 5 എത്ര ടൈംസ് പോകും? 4 ടൈംസ് പോകും. സോ നമ്മുടെ ആ നടുക്കുള്ള നമ്പർ, ആ നടുക്കുള്ള നമ്പറാണ് 744 എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ 5 നമ്പേഴ്സ് നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം നമ്മുടെ ഈ 744 ആണ്, അതാണ് നമ്മുടെ നടുക്കുള്ള നമ്പർ. ഇനി മൊത്തം 5 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പിലോട്ട് 2 എണ്ണവും ബാക്കിലോട്ട് 2 എണ്ണം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പിലോട്ടുള്ള 2 എണ്ണം എടുക്കുമ്പോൾ എന്തൊക്കെ വരും? 746ഉം വരും, അല്ല 748ഉം വരും.
ആൻഡ് ബാക്കിലോട്ട് എടുക്കുകയാണെങ്കിലോ ബാക്കിലോട്ടുള്ള നമ്പേഴ്സ് നമുക്ക് ആവശ്യമില്ല, പക്ഷേ സ്റ്റിൽ നമുക്ക് ചുമ്മാ ഒന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് 742 എന്നും വരും ആൻഡ് 740 എന്ന് വരും. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഏതാ, ഇതിലെ തേർഡ് ലാർജസ്റ്റും ലാർജസ്റ്റ് ഈവൻ നമ്പറും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ തേർഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് തന്നെയാണ് നമ്മുടെ മൂന്നാമത്തെ ലാർജസ്റ്റ് ഈവൻ കൺസിക്യൂട്ടീവ് ആ ഈവൻ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ദ ലാർജസ്റ്റ് ഈവൻ അതേതാണ്, നമ്മുടെ 748 ആണ്. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്താൽ നമ്മുടെ 4ഉം 8 കൂടി ആഡ് ചെയ്താൽ അവസാനം എത്ര വരണം, 2 വരണം. അങ്ങനെയാണെങ്കിൽ അവസാനം 2 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, 2 നമ്പേഴ്സ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി 2 ഓപ്ഷൻസ് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. 1488 1388 ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും 700. അപ്പോൾ 2 700 ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1400 വരും. ഇനി 40ഉം ആ ഒരു 44ഉം 48ഉം ആണ് ആഡ് ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 1400 വരും. ഇത് കൂടാതെ നമ്മുടെ ആ 40ഉം ആഡ് ചെയ്ത് നമുക്ക് 80 വരും. അത് കൂടാതെ നമുക്ക് ആ 4ഉം ആ 8ഉം ആഡ് ചെയ്ത് നമുക്ക് എത്ര വരും, 12 വരും. സോ ഈ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരും, 2 എന്ന് വരും. 8 + 1 നമുക്ക് 9 എന്ന് വരും. ആൻഡ് നമുക്ക് 1492 എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്, 1492. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 1492 ഉണ്ട്, 1432 ഉണ്ട്. സോ ഏതായിരിക്കും ആൻസർ, 1492 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്, 1492. അപ്പോൾ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ H+2 H+4 എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഒന്നും പോകാതെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് എടുക്കാൻ പറ്റും. ഓപ്ഷൻസ് കൂടി ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് യൂണിറ്റ്സിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് എന്ത് ചെയ്യാനും പറ്റും, എലിമിനേറ്റ് ചെയ്യാനും പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു യൂഷ്വൽ കൺവെൻഷണൽ മെത്തേഡിലേക്ക് പോകാതിരിക്കുക, ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യുക ആൻസേഴ്സ് എടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ കൂടിയാണ്, പക്ഷേ കുറച്ച് വലിയ നമ്പറാണ് തന്നേക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. എന്താ തന്നേക്കുന്നത്, സിംപ്ലിഫൈ ദ ഫോളോയിങ് എക്സ്പ്രഷൻ 9991 ഇൻറ്റു നമ്മുടെ 10,009 ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ ട്രൈ ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് അവിടെ യൂണിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ബിക്കോസ് എല്ലാ ഓപ്ഷൻ്റെയും യൂണിറ്റ്സ് എന്താണ് 9 തന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ചെക്ക് ചെയ്തുകൊണ്ട് ആൻസർ മാർക്കാൻ നോക്കാം. ലൈക്ക് ഇത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഏകദേശം എത്ര ഡിജിറ്റ് വരും, ആൻഡ് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഡിജിറ്റിൻ്റെ എണ്ണം, ഇത് രണ്ടുകൂടി യൂസ് ചെയ്യാം ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അഗെയിൻ നമുക്ക് ഒരു 1 മിനിറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കുക, എന്നിട്ടൊന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാൻ നോക്കുക ആൻസേഴ്സ്, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. എങ്ങനെ പെട്ടെന്ന് എടുക്കാം, നിങ്ങൾക്കറിയാം യൂഷ്വലി അത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടി ഒരിക്കലും അത്രയും വലിയൊരു നമ്പർ തരത്തില്ല. ഉറപ്പായിട്ടും എന്ത് കാണും, അവിടെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് കാണും, പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി എന്തെങ്കിലും ട്രിക്കി ആയിട്ടായിരിക്കും അത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എന്താണ് സ്പെഷ്യൽ ഉള്ളതെന്ന് നോക്കുക, എന്നിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ആൻസർ എടുക്കുക. പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്യാം, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. എന്തായി, ആൻസേഴ്സ് കിട്ടിയോ നിങ്ങളുടെ? നമുക്ക് ആ ഒരു 1 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ ഒന്ന് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, വളരെ പെട്ടെന്ന് ഓപ്ഷൻ ഒന്ന് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിപ്പം ഈവൻ 1000 ആണെന്ന് വിചാരിച്ചു, ആൻഡ് ഇതൊരു 10,000 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് 9,000 റേഞ്ച് ആണ്, ഇത് 1,000 നമ്മുടെ 10,009 ആണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് 1000ഉം ഇതൊരു 10,000 ആണെന്ന് വിചാരിച്ചപ്പോൾ ഒരു 1000 ഉം 10,000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര സീറോസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എത്ര ഡിജിറ്റ് ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇവിടെ 10,000 എന്ന് പറയുമ്പോൾ തന്നെ 5 ഡിജിറ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ 1000 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെയും 3 0 കൂടി വരും. അങ്ങനെയാണെങ്കിൽ 5ഉം 3ഉം നമുക്ക് മിനിമം ആൻസറിൽ എത്ര ഡിജിറ്റ് എങ്കിലും വരും, 8 ഡിജിറ്റ് എങ്കിലും നമ്മുടെ ആൻസറിൽ വരും അല്ലെ, മിനിമം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ പെട്ടെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7, അപ്പോൾ 7 ഡിജിറ്റേ വരുന്നുള്ളൂ. മിനിമം എത്ര ഡിജിറ്റ് എങ്കിലും വേണം. നമ്മൾ ഈവൻ അതിനെ വെറും 1000 എന്ന് എടുത്താൽ പോലും നമുക്കവിടെ ഈ പറഞ്ഞ 8 ഡിജിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7 ഡിജിറ്റ് ആൻസർ വരുമോ? ഒരിക്കലും ഇല്ല. അതേപോലെ നമുക്കിനി അടുത്ത ഒരെണ്ണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 2 3 4 5 6 7 ഇവിടെ നോക്കിയാൽ 7 ഡിജിറ്റേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഏത് ആൻസർ വരത്തില്ല, ഇതും ആൻസർ വരത്തില്ല.
ഇനി നമുക്കവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ആ രണ്ട് ഓപ്ഷനും നമുക്ക് കണ്ടാൽ അറിയാം, നമുക്ക് ഏകദേശം 8 ഡിജിറ്റ് രണ്ടിലും കൊടുത്തിട്ടുണ്ട്. സോ ആൻസർ 8 ഡിജിറ്റ് റേഞ്ചും വരും നമുക്കറിയാം. അവിടെ നമുക്ക് ആ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, നമുക്ക് ഇവിടെ ഈ തന്നേക്കുന്നതിൽ ഇവിടെ ഈ നമ്പറിൽ അവസാനത്തെ 2 ഡിജിറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അവസാനത്തെ 2 ഡിജിറ്റിൽ വ്യത്യാസമുണ്ട്. അത് കൂടാതെ ഇവിടെ ഒരു 1 കൂടി കൊടുത്തിട്ടുണ്ട്. എക്സാമിൽ കൊടുത്തിരിക്കുന്ന അതേ ഓപ്ഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിലെ പോസിബിൾ ആൻസർ ഏതാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ ആൻസർ എടുക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. സോ ഇതിനെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 9ന്റെ കുറവും ഇവിടെ ഒരു 9 കൂടുതലുമാണ്. ആക്ച്വലി നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഫ്യൂ ഡേയ്സ് ബാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു HCF LCMന്റെ ക്വസ്റ്റിന്റെ കേസിൽ നമുക്ക് 1ൽ 9 കൂടുതലും 1ൽ 9 കുറവും എന്ന റാങ്കിൽ ഈവൻ HCF LCMന്റെ ക്വസ്റ്റിൽ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതേ ഒരു കൺസെപ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ നമ്പറിനെ നമുക്ക് എന്തെന്ന് പറയാം, നമ്മളുടെ ആ ഒരു 10,000 മൈനസ് 9 എന്ന് പറഞ്ഞു. ഇവിടെ 10,000 9 കുറയ്ക്കുമ്പോഴാണ് എന്ത് വരുന്നത്, 9,991 വരുന്നത്. അതുപോലെ അടുത്ത നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ അതേ 10,000 പ്ലസ് 9 ആണ് എന്ന് പറഞ്ഞൂടെ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഏത് കൺസെപ്റ്റാണ് വരുന്നത്, ഒരു A+B ഇൻറ്റു A-B കൺസെപ്റ്റ് അല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇതെന്ന് പറയുന്ന ഒരു A-B ഇൻറ്റു A+B ആൻഡ് A-B ഇൻറ്റു A+B എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ A² മൈനസ് B². സോ നമുക്ക് അതൊന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് A² എന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു 10,000ന്റെ സ്ക്വയർ വരും, മൈനസ് നമ്മുടെ 9ന്റെ സ്ക്വയർ എത്രയാണ്, 81 വരും. അപ്പൊ നമുക്ക് തൽക്കാലം അതിനെ പ്രോപ്പർലി തന്നെ എഴുതാം, 9ന്റെ സ്ക്വയർ തന്നെ എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു 10,000ന്റെ സ്ക്വയർ മൈനസ് 9ന്റെ സ്ക്വയർ വരും. 10,000ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 4 പൂജ്യം ഉണ്ടെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര പൂജ്യം വരും, 8 പൂജ്യം വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു 8 പൂജ്യം ആയി. ഇനി മൈനസ് 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും, 81 വരും. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ഇത്രയും വലിയൊരു സീറോ ഉള്ള നമ്പറിൽ നിന്ന് 81 കുറച്ചാൽ നമ്മുടെ ആൻസറിന്റെ ഏത് ഡിജിറ്റ് ആയിരിക്കും മാറാൻ പോകുന്നത്, അവസാനത്തെ 2 ഡിജിറ്റിലെ വലിയൊരു വ്യത്യാസം വരത്തുള്ളൂ. ബാക്കിയുള്ള ഈ നമ്പേഴ്സ് എല്ലാം എന്താവും, 9 9 9 9 9 9 എന്നല്ലേ വരത്തുള്ളൂ. ഇനി നമ്മൾ ഓപ്ഷൻ ഒന്ന് നോക്കിയേ, ഓപ്ഷനിൽ നമുക്ക് അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം മാറി കിടക്കുന്ന ഏതാണ്, 19 ഇവിടെ വരുമ്പോൾ. നമ്മുടെ ഓപ്ഷൻ ബി നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു 1 വന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരിക്കലും ഇടയ്ക്ക് അവിടെ പോയി ഒരു 1 വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ഏതും അല്ല, ഓപ്ഷൻ ബിയും അല്ല, പിന്നെ ഉള്ള ആൻസർ ഏതേ ഉള്ളൂ, ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. സോ നമുക്ക് നോക്കിയാൽ ഇപ്പോഴും നമുക്ക് ആൻസർ കിട്ടിയിട്ടില്ല, പക്ഷേ ആൻസർ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് അതിന്റെ ആൻസർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. നമുക്ക് ഇനി ഇതിന്റെ ആൻസറും അങ്ങ് എടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 81 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 9 വരും, 9 9 9 9 9. അപ്പോൾ നമുക്ക് ഈ ഒരു 6 പൂജ്യം, സോ 6 9 വരും. ഇനി നമ്മൾ ആ 100ൽ നിന്ന് 81 കുറച്ചാൽ ബാക്കി എത്ര വരും, 90 എന്ന് വരത്തില്ലേ. സോ ലാസ്റ്റ് 19ഉം ബാക്കി അത് കൂടാതെ നമ്മുടെ 6 9 നമുക്ക് കാണാൻ പറ്റും. മൊത്തം 8 ഡിജിറ്റിന്റെ ആൻസർ വരും നമ്മൾ പറഞ്ഞായിരുന്നു. ആ 8 ഡിജിറ്റിന്റെ ആൻസർ വന്നിട്ടുണ്ട്. അതിൽ 6 ഡിജിറ്റ് 9 ആണ്, ആൻഡ് അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം നമുക്ക് അവിടെ ചേഞ്ച് വരും ആ 81 കുറഞ്ഞതിന് ശേഷം. സോ ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആ ഒരു 99999919 എന്ന് നമുക്ക് ആൻസർ വരും. ക്ലിയർ? അപ്പോൾ ഇതേപോലത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻസും ചോദിക്കാറുണ്ട്. കാണാൻ നേരത്തെ നമുക്ക് ഇച്ചിരി വലിയ നമ്പറായിട്ട് തോന്നുമെങ്കിലും അത് ഉറപ്പായിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി ആയിരിക്കില്ല തന്നേക്കുന്നത്, എന്തെങ്കിലും ട്രിക്കി ആയിട്ടുള്ള രീതിയിലായിരിക്കും തന്നേക്കുന്നത്. സോ ആ ട്രിക്കി ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആൻസർ എടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്തത് അഗെയിൻ വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ SSC റെയിൽവേ എക്സാംസിലൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ 11ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനാണ് തന്നേക്കുന്നത്. ഞാൻ കുറച്ച് സമയം അധികം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്തുകൊണ്ട്, നമുക്ക് വളരെ വലിയ ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും തരുന്ന ഓപ്ഷനിൽ. എന്നിട്ട് ചോദിക്കുന്ന ഇതിൽ ഏത് 11ൽ പോകും അല്ലെങ്കിൽ ഏതാണ് പോകാത്ത എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11 എന്നാണ് ചോദിക്കുന്നത്. അപ്പം 11ൽ പോകുന്ന നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ടൈമർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു 1 മിനിറ്റിന്റെ ആൻസർ എടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ നോക്കുക, ഏത് നമ്പറാണ് ഇതിൽ 11 കൊണ്ട് ഡിവിസിബിൾ ആകുന്നേ എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ നോക്കിയേ. നമുക്ക് ഓൾമോസ്റ്റ് ടൈമർ തീരാനായി, 1 മിനിറ്റ് കഴിഞ്ഞു.
ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വലിയ നമ്പേഴ്സ് ആണ്. നമുക്കതൊരു 1 മിനിറ്റിൻ്റെ അത് എടുക്കാം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ഒരു ആൻസേഴ്സ് എടുക്കാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയാണ് 11ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. തന്നേക്കുന്ന നമ്പേഴ്സിൻ്റെ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിനെ നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, സം ചെയ്യണം. എന്നതിന് ശേഷം കിട്ടുന്ന ആ രണ്ട് ആൻസേഴ്സ്, ഓക്കെ, എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന രണ്ട് ആൻസേഴ്സിനെ നമ്മൾ ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരണം? ഒന്നെങ്കിൽ 0യോ അല്ലെങ്കിൽ 11ന്റെ ഒരു മൾട്ടിപ്പിളോ, 11ഓ 11ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം വരേണ്ടത്. ഇതിൽ ഏതൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ആൻസർ എന്തെന്ന് പറയാം. അതാണ് നമ്മുടെ 11 ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ തന്നേക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ നമ്പറിനെ നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുക്കാം. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്താണ്? നമ്മുടെ 92486164 ആണ് നമ്മുടെ ഫസ്റ്റ് നമ്പർ. ഇനി അടുത്ത സെക്കൻഡ് നമ്പർ നമുക്ക് എല്ലാ നമ്പേഴ്സും ഒന്ന് എഴുതിയിടാം. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ 7247564 ആണ് സെക്കൻഡ് നമ്പർ. ആൻഡ് നമ്മുടെ തേർഡ് നമ്പർ 92468664 ആണ് നമ്മുടെ തേർഡ് നമ്പർ. 92468664. ആൻഡ് ലാസ്റ്റ് നമ്പർ നമ്മുടെ 824596 ആണ് ലാസ്റ്റ് നമ്പർ. അപ്പോൾ ഈ 4 നമ്പറാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 4 നമ്പറിനെയും വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുക്കുക. 9, 4, 1, 4. ഇനി ബാക്കി നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടെ 2, 8, 6 ആണ് ബാക്കി വരുന്ന നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് ആഡ് ചെയ്ത് മേളത്തെ നമ്പേഴ്സ് ആഡ് ചെയ്ത് ഡിഫറൻസ് എടുക്കണം. പക്ഷേ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടിലും ഒരേപോലത്തെ നമ്പേഴ്സ് വരുന്നെങ്കിൽ അതും കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ എനിക്കിവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഈ 4ഉം 4ഉം പ്ലസ് ചെയ്ത് എന്തോ ഒരു 8 വരും. ആൻഡ് ഇവിടെ നോക്കിയാൽ മേളിൽ ഒരു 8 ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 4ഉം 4ഉം 8 ആണ്. ആൻഡ് ഈ 8 ആണ്. ഇത് 3ഉം കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. അപ്പോൾ നമുക്കവിടെ 7 നമ്പർ യൂസ് ചെയ്യുന്നതിന് പകരം 3 നമ്പർ പോയാൽ പിന്നെ 4 നമ്പർ നോക്കിയാൽ പോരെ. അപ്പോൾ ഇതൊരു ചെറിയ ട്രിക്കാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ നമ്പേഴ്സിന്റെ എണ്ണം കുറച്ചുകൊണ്ട് ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് ചെറുതാകുമ്പോഴത്തേക്ക് നമുക്ക് സം ചെയ്യുന്ന നമ്പേഴ്സും ചെറുതാവും. അപ്പോൾ എടുക്കാനും എന്തായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സ് മാത്രം ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇനി ബാക്കി ഏതൊക്കെ ഉള്ളത്? 9 ഉണ്ട്, 1 ഉണ്ട്. 9 1 പ്ലസ് ചെയ്ത് എത്ര വരും? 10 വരും. ആൻഡ് ഇനി ഇവിടെ ഉള്ള നമ്പേഴ്സ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 2 ഉണ്ട്, നമുക്കിവിടെ 6 ഉണ്ട്. 2ഉം 6ഉം ആഡ് ചെയ്താൽ എത്ര വരും? 8 വരും. രണ്ടും ഡിഫറൻറ്റ് അല്ലേ? നമുക്കത് രണ്ടും മൈനസ് ചെയ്താലും നമുക്ക് 11 വരാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതല്ല നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ എ അല്ല. സോ ഇങ്ങനെ നിങ്ങൾക്ക് നമ്പേഴ്സിനൊന്ന് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ചെയ്തു പോകാം. ഇനി അതേപോലെ ഞാൻ അടുത്ത നമ്പർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അടുത്ത ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് 7ഉം 4ഉം 5ഉം 4ഉം, ഇവിടുന്ന് 2ഉം 7ഉം 6ഉം ആണ് നമുക്ക് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ അതേ ഐഡിയ ഞാൻ വീണ്ടും യൂസ് ചെയ്താൽ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 4 + 4 എൻ്റെ 8 വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ 6ഉം ഈ 2 കൂടി ആഡ് ചെയ്താലും എനിക്ക് 8 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കളഞ്ഞു. ഇപ്പം 4 നമ്പർ പോയി. ഇനി എത്ര നമ്പറേ ഉള്ളൂ? 3 നമ്പറേ ഉള്ളൂ. ഇനി വളരെ ഈസി ആയിട്ട് എടുക്കാം. എങ്ങനെ? നിങ്ങൾക്ക് ആ 7ഉം 5 കൂടി ആഡ് ചെയ്താൽ എത്ര വരും? നിങ്ങൾക്ക് 12 എന്ന് വരും. ആൻഡ് ഇവിടെ ഇനി ബാക്കി എന്താ ഉള്ളത്? 7 അല്ലേ ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 7ഉം 7ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ? ഒരു 5 മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടെ 0യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് 11ൽ പോകുമോ? ഇല്ല, ഒരിക്കലും പോകത്തില്ല. സോ അങ്ങനെ ഓപ്ഷൻ ബിയും ക്യാൻസൽ ആവും. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ നമ്പർ നമുക്ക് ഇവിടെ 9 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്, 4 ഉണ്ട്. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ 2 + 6 നമുക്ക് അവിടെ 8 വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ 2 + 6 8ഉം ഈ 8ഉം കളഞ്ഞേക്കോ. അതിനുശേഷം 4ഉം നമുക്ക് ഇവിടെ ഈ ഒരു 6 വരുന്നുണ്ട്. ഇനി ബാക്കി നമ്പേഴ്സ് മാത്രം പിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇനി താഴെ 6 മാത്രമേ ഉള്ളൂ. മുകളിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ 9ഉം 4ഉം 4ഉം ഉണ്ട്. അങ്ങനെ ഈ 4 + 4 നമുക്ക് അവിടെ 8 വരുന്നുണ്ട്. ആൻഡ് 8 + 9 എന്ന് പറയുമ്പോൾ നമുക്കത് 17 വരുന്നുണ്ട്. ആൻഡ് ഈ 17ൽ നിന്ന് നമ്മൾ 6 കുറച്ചാൽ നമുക്ക് എത്ര ആയിരിക്കും വരാൻ പോകുന്നത്? 11 അല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 11ൽ പോകുന്ന നമ്പർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. നമ്മുടെ ആൻസർ വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഐഡിയ, ഓക്കെ, ആ ഒരു റൂളിനെ അല്ലെങ്കിൽ 11ന്റെ ഡിവിസിബിലിറ്റി റൂളിനെ എക്സാക്ട്ലി അതേപോലെ ഫോളോ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ആ ട്രിക്കിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇതേപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ ട്രിക്കിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സം ചെയ്യുന്ന നമ്പേഴ്സിന്റെ എണ്ണം കുറയും. പക്ഷേ അവർ ഈ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇത്രയും വലിയ നമ്പേഴ്സ് തരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ നമ്പേഴ്സ് ഇത്രയും ചെയ്യാൻ സമയമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ നമ്പറിനെ കുറയ്ക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു 7 ഡിജിറ്റ് നമ്പറോ 8 ഡിജിറ്റ് നമ്പറോ ചെയ്യുന്ന പോലെ തോന്നത്തില്ല. നിങ്ങൾക്ക് ഒരു 3 ഡിജിറ്റ് നമ്പറോ 4 ഡിജിറ്റ് നമ്പറോ ചെയ്യുന്ന പോലെ തോന്നത്തുള്ളൂ. പക്ഷേ നമ്മളത് ചെയ്യണം. നമ്മുടെ സൈഡിൽ നിന്ന് അത് ചെയ്ത് മാത്രമേ നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു നമ്പർ കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി. സോ നമുക്ക് പിന്നെ ആ നമ്പർ നോക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നമുക്ക് ചുമ്മാ പെട്ടെന്ന് നോക്കണമെങ്കിൽ പോലും ഇപ്പോൾ 8ഉം 4ഉം 9ഉം 4ഉം ഇവിടെ നമുക്ക് 2 + 5 + 6 ഉണ്ട്. നേരത്തെ പോലെ തന്നെ 6ഉം 2ഉം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഈ 4ഉം 4ഉം അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഇനി നോക്കിയാൽ അവിടെ 4 നമ്പർ പോയി. ഇനി വേറെ 3 നമ്പറേ ഉള്ളൂ. അത് മാത്രം ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 8ഉം 9ഉം 8ഉം 9ഉം നമുക്ക് ആഡ് ചെയ്താൽ എത്ര വരും?
17 വരും. താഴെ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? 5 മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും മൈനസ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് 11 വരുമോ? ഇല്ല, നമുക്ക് 12 വരുന്നത് അല്ലേ. അപ്പോൾ എഗെയിൻ നമുക്ക് എന്തല്ല, അതുമല്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ സ്പീഡിൽ ചെക്ക് ചെയ്ത് പോകാം. സോ ഐ ഹോപ്പ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ 12 ഡിവിസിബിലിറ്റി റൂളിന്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നല്ലപോലെ നോക്കി വെക്കുക. ആൻഡ് ഈ ട്രിക്കാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എക്സാമിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ഒരു ആവറേജ് സ്പീഡിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. പക്ഷേ ആവറേജ് സ്പീഡിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ യൂഷ്വലി കാണുന്നത് നിങ്ങൾക്കറിയാം 2 സ്പീഡോ 3 സ്പീഡോ ഉള്ളത് കാണുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് 4 എണ്ണം ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കാണാൻ പറ്റും 10 km/h, 20 km/h, 30 km/h ആൻഡ് 60 km/h. 4 എണ്ണം ഉള്ള 4 സക്സസീവ് 3 km സ്ട്രെച്ചിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഒരു 1 മിനിറ്റ് വളരെ പെട്ടെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഇവിടെ നമുക്ക് ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല, നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, നമ്മുടെ ഇതിൻ്റെ യൂഷ്വൽ കൺസെപ്റ്റ് എടുത്ത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 30 km/h, 15 km/h, 20 km/h ആൻഡ് 25 km/h ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഒരു 10 സെക്കൻഡ്സ് കൂടി ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു 1 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മുടെ ആവറേജ് സ്പീഡിൻ്റെ റിലേഷൻ? നമുക്കറിയാം 2 എണ്ണം ആണെങ്കിൽ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് 2xy/x+y. പക്ഷെ അതേ സ്ഥലത്ത് 3 എണ്ണം ആണെങ്കിൽ 3 ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് 3xyz/xy+yz+zx എന്നുള്ള ഫോർമുല. പക്ഷേ 4 എണ്ണം വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫോർമുല ഡിറൈവ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഡിറൈവ് ചെയ്യാം, പക്ഷേ ഡിറൈവ് ചെയ്യാനേക്കാൾ എളുപ്പം എന്താണ്, നമ്മൾ 4 എണ്ണം ചോദിക്കുന്നത് വളരെ റെയർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി ഒരു ഫോർമുല ഇനി പുതിയ പഠിച്ചു വെക്കുന്നതിന് പകരം നമ്മുടെ യൂഷ്വൽ നമ്മുടെ ആവറേജ് സ്പീഡിൻ്റെ ഒരു റിലേഷൻ ഉണ്ട്. നമ്മുടെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിലും അല്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന റിലേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൻ. ആ റിലേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൻസേഴ്സ് എടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റനിൽ നമ്മുടെ ഇതേ പറഞ്ഞ കൺസെപ്റ്റാണ് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് നമ്മുടെ യൂഷ്വൽ ആവറേജ് സ്പീഡിൻ്റെ ഒരു കൺസെപ്റ്റായ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 4 സക്സസീവ് 3 km ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ 4 × 3 എടുത്താൽ മതി. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസ് 12 km. പക്ഷേ അതിനെ 4 × 3 തന്നെ വെക്കാം, നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. ആൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൻ. നിങ്ങൾക്കറിയാം ഒരിക്കലും സമയം തരത്തില്ല. ഒരിക്കലും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ, ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ടൈം തരാറില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അതാത് ഡിസ്റ്റൻസ് ബൈ അതാത് സ്പീഡ് എടുത്ത് മാത്രമേ നമുക്ക് ആ ടൈം എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അതേപോലെ ഓരോ സ്ട്രെച്ചിലും എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ സ്ട്രെച്ചും 3 km ആയതുകൊണ്ട് നമുക്ക് 3 കോമൺ എടുക്കാം. 3 കോമൺ എടുത്താൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? 1/10 ഉണ്ട്. അടുത്ത സ്പീഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 നമുക്ക് തന്നേക്കുന്നത് 20 ആണ് തന്നേക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് നമുക്ക് തന്നേക്കുന്നത് 1/30 ഉണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് തന്നേക്കുന്നത് 60. സോ 1/60 ഉണ്ട്. സോ നമുക്ക് ഈ കാണുന്ന ഈ ഒരു വലിയ റിലേഷൻ, ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾ LCM ഒക്കെ എടുത്ത് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി ഈ ഒരു റിലേഷൻ എഴുതുക, ജസ്റ്റ് സോൾവ് ചെയ്യുക ആൻസർ കിട്ടാൻ വേണ്ടി. സോ നമുക്കിപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഈ ഒരു 3 ക്യാൻസൽ ആവും. ഇനി 1ഉം 2ഉം 3ഉം 6ഉം ഒരേപോലെ പോകുന്ന നമ്പർ ആലോചിച്ച് നോക്കുക. 1ഉം 2ഉം 3ഉം 6ഉം എല്ലാം 12 പോകത്തില്ലേ? അല്ലെങ്കിൽ നമ്പേഴ്സിൻ്റെ എല്ലാത്തിൻ്റെ LCM 12 ആണ് എന്ന് എടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു 4 ഉണ്ട്, അതിൻ്റെ LCM എടുക്കുമ്പോൾ നമുക്ക് ഈ 12 വരും. ആ 12 എടുത്താലും നമുക്ക് ആ 12 അങ്ങ് മുകളിലേക്കായിരിക്കും പോകുന്നത്. സോ 12 വരും. ഇനി എല്ലാത്തിൻ്റെ കൂടെ 0 കൂടി ഉണ്ടായാലും നമുക്ക് ആ 0 കൂടി നമുക്ക് ഇങ്ങ് എടുത്തേക്കാം. ഡിവൈഡഡ് ബൈ, ഇനി നമ്മൾ ഇവിടെ LCM എടുക്കുമ്പോൾ ഓരോ നമ്പേഴ്സും നമുക്ക് എന്ത് വരും, നമുക്ക് ഇതെല്ലാം 120 ആയി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10 × എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 120 വരുന്നത്? 10 × 12 ചെയ്യുമ്പോഴാണ് 120 വരുന്നത്. പ്ലസ് നമുക്ക് 2 × എന്ത് ചെയ്യുമ്പോഴാണ് 12 വരുന്നത്? 2 × 6 ചെയ്യുമ്പോഴാണ് 12 വരുന്നത്. അടുത്ത് 3 × എന്ത് ചെയ്യുമ്പോഴാണ് 12 വരുന്നത്? 3 × 4 ചെയ്യുമ്പോഴാണ് 12 വരുന്നത്. ആൻഡ് ദെൻ 6 × എന്ത് ചെയ്യുമ്പോഴാണ് 12 വരുന്നത്? നിങ്ങൾക്ക് 6 × 2 ചെയ്യുമ്പോഴാണ് 12 വരുന്നത്. നോക്കിയേ, ഇങ്ങനെയാണ് ഈ ഒരു നമ്പേഴ്സിനെ വളരെ പെട്ടെന്ന് പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? സോ 0 അങ്ങ് മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഓരോ നമ്പേഴ്സിനെയും നമ്മൾ ഈ പറയുന്ന പോലെ ആ നമ്പർ ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് LCM വരുന്നത് എന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ 10 × 12 120, 2 × 12
നമ്മുടെ ഈ പറഞ്ഞ 2 into 6 ആണ് 12. അടുത്ത നമുക്ക് 3 into 4 ആണ് 12 ആൻഡ് ഫൈനലി നമ്മുടെ 2 into 6 ആണ് 12. ഇനി ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്? 6 plus 12 plus 6 നമുക്ക് അവിടുന്ന് 18 വരുന്നുണ്ട്. 18 plus 4 നമുക്ക് 22 ആൻഡ് 22 plus 2 നമുക്ക് 24 വരും. അത് നമുക്കറിയാം 24ഉം 120 കൂടി തമ്മിലുള്ള റിലേഷൻ എന്താണ്? 5 ടൈംസ് ആണ്. അങ്ങനെ ഈ 4 into 5 നമുക്ക് ആൻസർ എത്രയെന്ന് വരും? 20 എന്ന് വരും. സോ 20 കിലോമീറ്റർ പെർ ഹവർ എന്ന് നമുക്ക് ആൻസർ വരും. 20 കിലോമീറ്റർ പെർ ഹവർ എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. 20 കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതെ, നമുക്ക് 24ഉം 24 into 5 ആണ് നമ്മുടെ 120. സോ 4 into 5 നമുക്ക് 20 കിലോമീറ്റർ പെർ അവർ. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഓപ്ഷൻ സി 20 കിലോമീറ്റർ പെർ അവർ നമുക്ക് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറച്ചൊരു വലിയ റിലേഷൻ ആണ്, പക്ഷെ അതൊന്ന് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സോ ആൻസർ 20 കിലോമീറ്റർ പെർ അവർ എന്ന് ആൻസർ വരും. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോകാം നമുക്ക്. ശരി, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അടുത്ത നമ്മളൊരു മെൻസ്ട്രേഷൻ്റെ എന്നാൽ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഈ ഒരു എന്താ പറയുക നമ്മുടെ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്ന് പറയുന്ന നമ്മുടെ പെർസെൻറ്റേജിൻ്റെ കൺസെപ്റ്റ് കൂടി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിളായിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് തന്നേക്കുന്ന സ്പിയർ ആണ്. നിങ്ങൾ പെട്ടെന്ന് ആൻസർ എടുക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് എന്താ പറയുന്നത്? ഇഫ് ദ റേഡിയസ് ഓഫ് എ സ്പിയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%, ഒരു സ്പിയറിന്റെ റേഡിയസിന് 50% ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഫൈൻഡ് ദ പെർസെന്റ് ഇൻക്രീസ് ഇൻ ദി സർഫേസ് ഏരിയ ഓഫ് ദ സ്പിയർ ആണ് നമുക്ക് ചോദിക്കുന്നത്. ഓപ്ഷൻ തന്നേക്കുന്ന 125%, 95%, 100% ആൻഡ് 115% ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1 minute ടൈമർ നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. നമ്മുടെ സക്സസീവ് ആണ് എനിക്ക് തോന്നുന്നു എടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കൺസെപ്റ്റ് ഇതേപോലത്തെ ക്വസ്റ്റൻസ് വരും. ഈവൻ നമ്മുടെ മെൻസ്ട്രേഷൻ്റെ ക്വസ്റ്റൻസ് വന്നാൽ പോലും ഒരു പെർസെൻറ്റേജ് ഇൻക്രീസോ ഡിക്രീസിൻ്റെ കൺസെപ്റ്റ് വന്നാൽ ആൻസർ എടുക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ഓക്കെ, നമുക്ക് അവിടെ ഒരു 1 minute കംപ്ലീറ്റ് ആയി. നമുക്ക് പറഞ്ഞേക്കുന്നത് ആ സർഫേസ് ഏരിയ ഓഫ് സ്പിയർ ആണ് പറയുന്നത്. എന്താണ് സർഫേസ് ഏരിയ ഓഫ് സ്പിയർ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും 4πr² ആണ് നമ്മുടെ സർഫേസ് ഏരിയ ഓഫ് സ്പിയർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് സർഫേസ് ഏരിയ സ്പിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ കേർഡ് സർഫേസ് ഏരിയ, ടോട്ടൽ സർഫേസ് ഏരിയ അങ്ങനെയൊന്നും ഇല്ല. മൊത്തം ചേർത്ത് എന്തേ ഉള്ളൂ? ഒരു സർഫേസ് ഏരിയ ഉള്ളൂ. അത് 4πr². പക്ഷേ ഈ 4πr² നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 4π എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിലൊരു ഇൻക്രീസ് വരത്തില്ല. ഇൻക്രീസ് എവിടെ മാത്രമേ വരത്തുള്ളൂ? നമ്മുടെ ആ റേഡിയസിൽ മാത്രമേ ഇൻക്രീസ് വരത്തുള്ളൂ. ഇനി റേഡിയസ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ r² എന്നാണ് പറഞ്ഞിരിക്കുന്നത്. r² എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം r into r എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മുടെ റേഡിയസിൽ 50% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഇവിടെയും 50% ഇൻക്രീസ് വരുന്നുണ്ട്. ആൻഡ് വീണ്ടും നമുക്കിവിടെ ഒരു 50% ഇൻക്രീസ് വരുന്നുണ്ട്. അപ്പോൾ 2 വട്ടം 50% ഇൻക്രീസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സക്സസീവിയുടെ കൺസെപ്റ്റ് വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം a+b+ab/100 ആണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഇവിടുത്തെ എയും ബിയുടെയും വാല്യൂ രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ബിക്കോസ് രണ്ടും എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ ആൻസർ എടുക്കുമ്പോൾ എന്ത് തന്നെ യൂസ് ചെയ്യാനുള്ളത്? ഇതേ കൺസെപ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യാനുള്ളത്. ഇനി വാല്യൂ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എയുടെ പ്ലേസിലേക്ക് 50, വീണ്ടും നമ്മുടെ ബിയുടെ പ്ലേസിലേക്ക് 50 എന്നുള്ള രണ്ടും സെയിം തന്നെയാണ്. ദെൻ പ്ലസ് നമുക്ക് ആ 50 × 50/100. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റും? നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടുന്ന് 50 + 50 എന്തായാലും 100 വരും. പക്ഷെ അത് കൂടാതെ എന്താണ് എക്സ്ട്രാ വരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ സീറോസ് ക്യാൻസൽ ആവും, ഇവിടുന്ന് ഈ 0 ക്യാൻസൽ ആവും. നമുക്ക് 5 × 5 25 വരും. ആൻഡ് 100 + 25 നമുക്ക് 125 എന്ന് വരും. സോ നമ്മുടെ 125% ഇൻക്രീസ് ആണ് നമ്മുടെ ആ സർഫേസ് ഏരിയയിൽ വരാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു റേഡിയസിൽ 50% ഇൻക്രീസ് കൊണ്ടുവരുവാണെങ്കിൽ. ഓക്കെ, സോ നമ്മുടെ ആൻസർ 125 എന്ന് നമുക്ക് ആൻസർ വരും. സോ ഓപ്ഷനിലേക്ക് വരുമ്പം
ഓപ്ഷൻ എ 125% ആണ് ആൻസർ. സോ ഇതേപോലത്തെ എപ്പോഴെങ്കിലും നിങ്ങൾ മെൻസ്ട്രേഷനിൽ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ റേഡിയസ്, ഹൈറ്റ് ഓർ ഡയമീറ്റർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ അപ്രോച്ച് എന്ന് പറയുന്നത് 100 എടുത്തോ 1000 എടുത്തോ ഒക്കെ ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സക്സസീവ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഒരു വോളിയത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇതേ സക്സസീവ് യൂസ് ചെയ്യാം. പക്ഷേ സക്സസീവ് യൂസ് ചെയ്യുമ്പോൾ എത്ര വട്ടം എടുക്കേണ്ടി വരും? 3 വട്ടം എടുക്കേണ്ടി വരും. നമ്മുടെ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി നമ്മളിപ്പോൾ ഈ സ്പിയറിന്റെ വോളിയം ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് 4/3 പൈ ആർ ക്യൂബ് ആണ്. അതിലെ 4/3 പൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പക്ഷെ ആർ ക്യൂബ് എന്ന് പറയുന്നത് R × R × R എന്ന് വരും. എന്നാൽ 50 ഇൻക്രീസ് വെച്ച് 3 വട്ടം നമുക്ക് സക്സസീവയുടെ കൺസെപ്റ്റ് ആ ഒരു രീതിയിലേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ പക്ഷെ സ്റ്റിൽ ഈവൻ വോളിയം ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കൺസെപ്റ്റ് നമ്മുടെ ഈ പറയുന്ന അതേ സക്സസീവയുടെ കൺസെപ്റ്റ് 3 എണ്ണമുള്ള കേസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും ആൻഡ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടും, ആർക്കെങ്കിലും ഒക്കെ ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ്സാവില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ രീതിയിൽ തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ അടുത്തതും നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മെൻസ്ട്രേഷന്റെ അകത്തുള്ള തന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻ ആണ്. നമുക്കവിടെ കുറച്ച് കൺവേർഷൻസ് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് സെന്റിമീറ്റർ സ്ക്വയർ ആണ് കൊടുത്തേക്കുന്നത്, വേറെ ഒന്ന് നമുക്കിവിടെ കൊടുത്തേക്കുന്നത് ക്യൂബിക് മീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് നമ്മുടെ ആ ടാങ്കിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ആ ആൻസർ വേണ്ടിയത് മീറ്ററിലാണ് വേണ്ടിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ഈ ഒരു യൂണിറ്റ് കൺവേർഷൻസ് നമുക്ക് അവിടെ ചെയ്യേണ്ടി വരും, എന്നാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതിനോട് പറയുന്നത് ദ ഏരിയ ഓഫ് ദ ബേസ് ഓഫ് എ റെക്ടാങ്കുലർ ടാങ്ക് ഈസ് 6500 സെന്റിമീറ്റർ സ്ക്വയർ ആണത്. ആൻഡ് ദി വോളിയം ഓഫ് ദ വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ് ഈസ് 2.6 ക്യൂബിക് മീറ്റേഴ്സ് ആണ്. ദ ഡെപ്ത് ഓഫ് ദ വാട്ടർ ഇൻ ദി ടാങ്ക് ഈസ് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഒരു 1 മിനിറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ആൻസർ നിങ്ങൾ കിട്ടുന്നതാണ് 1 മിനിറ്റിൽ തന്നെ. ഓക്കെ, നമ്മുടെ 1 മിനിറ്റ് ടൈം. ഇപ്പോൾ നമ്മുടെ 1 മിനിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്തായി നിങ്ങളുടെ ആൻസേഴ്സ് കിട്ടിയോ? നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് 3.5 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ ആൻഡ് 6 മീറ്റർ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നമുക്കൊന്ന് എടുക്കാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ യൂണിറ്റ് കൺവേർഷൻ കൂടി ഇതിന്റെ കൂടെ ചെയ്തു പോവാം, സെപ്പറേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റെക്ടാങ്കുലർ ടാങ്കിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ റെക്ടാങ്കുലർ ടാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ക്യൂബോയിഡ് കൺസെപ്റ്റ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ക്യൂബോയിഡ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ക്യൂബോയിഡിന്റെ വോളിയം എന്താണ്? നമ്മുടെ ലെന്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ക്യൂബോയിഡിന്റെ വോളിയം എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്വസ്റ്റിൽ ഒരു സ്പെഷ്യൽ കേസ് എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് തന്നിട്ടുണ്ട്. ബേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ലെന്ത് ഇൻറ്റു ബ്രെത്ത് ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആ ക്യൂബോയിഡിന്റെ ബേസ് എന്ന് പറയുന്നത് ലെന്ത് ഇൻറ്റു ബ്രെത്ത് ആണ് നമ്മളുടെ ആ ഒരു ക്യൂബോയിഡിന്റെ ബേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഓൾറെഡി ഗിവൺ ആണ് ലെന്ത് ഇൻറ്റു ബ്രെത്ത് ആൻഡ് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വോളിയം കിട്ടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ലെന്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ് അതാണ് നമ്മുടെ വോളിയം ഓഫ് എ ക്യൂബോയിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ വോളിയം ഓഫ് ദാറ്റ് വാട്ടർ ടാങ്ക് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു ലെന്തിന്റെ ബ്രെത്ത് ആണ് നമുക്കിവിടെ ബേസ് ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് ആ ബേസ് ഓഫ് ദ ടാങ്കിന്റെ ഏരിയ നമുക്ക് അതിങ്ങനെ തന്നിട്ടുണ്ട്. എത്രയാണ്? 6500 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് തന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം അത് സെന്റിമീറ്റർ സ്ക്വയർ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഒരു ഡെസിമലിലേക്ക് കൊണ്ടുപോണ്ടി വരും. സോ അതിന് പകരം നമുക്ക് ആ 6500 തന്നെ കീപ്പ് ചെയ്യാം. ഇൻറ്റു നമുക്ക് ദ ഹൈറ്റ് ഓഫ് ദി വാട്ടർ നമുക്ക് കണ്ടുപിടിക്കണം. ഈക്വൽ ടു നമുക്ക് തന്നേക്കുന്ന 2.6 ക്യൂബിക് മീറ്റേഴ്സ് എന്നാണ് തന്നേക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2.6 ക്യൂബിക് മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2.6 നമ്മുടെ മീറ്റർ ക്യൂബാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു മീറ്റർ ക്യൂബിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം ഒരു മീറ്ററിനെ സെന്റിമീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇൻറ്റു 100 ചെയ്താൽ മതി. പക്ഷെ ഇപ്പോൾ അവിടെ എത്രയാണ്? ക്യൂബ് ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ക്യൂബ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100 ആണ് മീറ്ററിനെ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്യാം. പക്ഷേ മീറ്റർ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 പൂജ്യം അല്ല വരുന്നത്. 2 പൂജ്യം എന്ന് പറഞ്ഞാൽ എത്ര പൂജ്യം ഇടേണ്ടി വരും? നമുക്ക് 6 പൂജ്യം ഇടേണ്ടി വരും. എന്നിട്ട് 100 അഗൈൻ 100 ആൻഡ് അഗൈൻ 100
ക്യൂബാണ്. സോ 3 തവണ. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ പറഞ്ഞ ഹൈറ്റ് കിട്ടും. പക്ഷേ കിട്ടാൻ പോകുന്ന ഹൈറ്റ് ഏതിലായിരിക്കും? നമ്മുടെ സെന്റിമീറ്ററിലായിരിക്കും നമുക്ക് ആൻസർ വരാൻ പോകുന്നത്. പക്ഷേ ഓപ്ഷൻ കൊടുത്തേക്കുന്ന മീറ്ററിലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സെന്റിമീറ്റർ നമുക്ക് എന്തുകൂടി ചെയ്യേണ്ടി വരും? മീറ്ററിലേക്ക് കൺവേർട്ട് കൂടി ചെയ്തെടുക്കേണ്ടി വരും. അതോടെ ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാം. സോ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഈ 2 സീറോയും ഇവിടെ നിന്ന് ഒരു 2 സീറോയും ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കിയുള്ളതൊന്ന് എഴുതുവാണെങ്കിൽ നമുക്ക് 65 × h ഈക്വൽ ടു നമുക്ക് ഇവിടുത്തെ ഈ 2.6നെ 26 ആക്കാം. 26 ആക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു 0 കുറയും. അപ്പം ബാക്കി എത്ര 0 കാണും? പിന്നെ 3 0 ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. ഇനി ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു 65 എന്ന് പറഞ്ഞാൽ 13 × 5 ആണ് 65. സോ നമുക്ക് ഇവിടെ നിന്ന് ഈ 13ഉം ഈ 26 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 × 13 ആണ് 26, നമുക്ക് 2 വരും. എഗൈൻ ഇവിടെ നിന്ന് ഒരു 5ഉം ഇവിടെ നിന്ന് ഒരു 0 കൂടി ക്യാൻസൽ ചെയ്താൽ നമുക്കറിയാം നമ്മുടെ ഒരു 10 എന്ന് പറഞ്ഞാൽ 2 × 5. സോ ഒരു 5 ക്യാൻസൽ ആയാൽ വീണ്ടും ഒരു 2 കൂടി വരും. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 65 ക്യാൻസൽ ആയി. സോ h ഈക്വൽ ടു നമുക്കിവിടെ 2 × 2 ഒരു 4ഉം വരുന്നുണ്ട്, പിന്നെ ഒരു 2 0 വരുന്നുണ്ട്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് 400 സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഹൈറ്റ് ഓഫ് ദി വാട്ടർ എന്ന് കിട്ടുന്നത്. പക്ഷെ വേണ്ടിയത് സെന്റിമീറ്ററിലല്ല, വേണ്ടിയത് മീറ്ററിലാണ്. അപ്പം 400 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? 4 മീറ്റർ ആയിരിക്കും കിട്ടുന്നത്. സോ 4 മീറ്റേഴ്സ് എന്ന് നമുക്ക് ആൻസർ നമുക്ക് കിട്ടും. 4 മീറ്റർ. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 3.5 4 മീറ്റർ. ഓപ്ഷൻ ബി ആണ് നമുക്കവിടെ ആൻസർ ആയിട്ട് വരുന്ന 4 മീറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പം ഈസി ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ആ ഒരു കൺവേർഷൻസ് മാത്രം നമ്മൾ നോക്കി ചെയ്യുക. അത്യാവശ്യം നമുക്ക് ഈ ഒരു കൺവേർഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. സെന്റിമീറ്ററും മീറ്ററും അങ്ങനെയൊക്കെയുള്ള കൺവേർഷൻസ് ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അത് ഉറപ്പായിട്ടും ചെയ്യേണ്ടി വരും. സോ അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. എക്സാമിന്റെ ഇടയ്ക്ക് നമുക്ക് ചിലപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആയിരിക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഈ യൂണിറ്റ് കൺവേർഷൻസ് അറിയാത്ത കാരണമോ അല്ലെങ്കിൽ യൂണിറ്റ്സ് ഫെമിലിയർ അല്ലാത്ത കാരണം പലപ്പോഴും ആ ക്വസ്റ്റൻ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ഇഷ്യൂ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അത്യാവശ്യം നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഡെക്കാമീറ്റർ, ഡെസിമീറ്റർ ഇങ്ങനെയുള്ള കൺവേർഷൻസ് അടക്കം നമ്മൾ നോക്കിയിട്ട് മാത്രമേ നമ്മൾ എക്സാമിന് പോകാവൂ. ഇനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്തൊരു നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ട്രെയിനിന്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 trains 250 meter each in length are running on parallel lines in opposite direction. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഉറപ്പായിട്ടും അത് എന്തിന്റെ കൺസെപ്റ്റ് ആയിരിക്കും? റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് കൂടി ആയിരിക്കും. അപ്പം നമ്മുടെ ട്രെയിനിന്റെ ക്വസ്റ്റൻ, പക്ഷെ അതിലും റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ്. അറ്റ് സ്പീഡ്സ് ഓഫ് 90 km/h and 60 km/h റെസ്പെക്റ്റീവ്ലി ഇൻ ഹൗ മെനി സെക്കൻഡ്സ് വിൽ ദേ ക്രോസ് ഈച്ച് അതർ കംപ്ലീറ്റ്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സെക്കൻഡ് അകത്തായിരിക്കും അത് തമ്മിൽ ക്രോസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റിന് ആൻസർ എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെയും ഇതേപോലത്തെ ക്വസ്റ്റൻ ട്രൈ ചെയ്തിട്ടുണ്ട് സെഷൻസിൽ. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ആ ക്വസ്റ്റൻസ് ഒരുപാട് ക്വസ്റ്റൻസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് നല്ലപോലെ നോക്കിയിട്ട് പോവുക. ഓപ്പോസിറ്റ് കണ്ടീഷൻസ് ആയാലും ശരി, നമ്മുടെ സെയിം ഡയറക്ഷൻ കണ്ടീഷൻസ് ആയാലും ശരി, റിലേറ്റീവ് സ്പീഡിന്റെ 2 ടൈപ്പും നമ്മൾ നോക്കിയിട്ടായിരിക്കണം പോകേണ്ടത്. ശരി, നമുക്ക് ഒരു 1 minute ടൈമർ കൊടുക്കാം. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് 15 സെക്കൻഡ്, 18 സെക്കൻഡ്, 10 സെക്കൻഡ് ആൻഡ് 12 സെക്കൻഡ് ആണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു 30 seconds കൂടി ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാം. നിങ്ങൾക്കറിയാം നമ്മൾ എങ്ങനെയാണ് ആ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് നമ്മൾ ഈ ഒരു രീതി വരുമ്പോൾ എടുക്കുന്നത്. നമ്മുടെ ആ ഒരു 2 സ്പീഡിന്റെ സം, ഓക്കെ, ആ 2 സ്പീഡിന്റെ സം, അത് കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു ട്രെയിനിന്റെ ലെന്ത് തന്നിട്ടുണ്ട്. പക്ഷേ 2 ട്രെയിനിന്റെ ലെന്ത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് എന്ന് നമുക്ക് അവിടെ ഓൾറെഡി ഗിവൺ ആണ്. ആൻഡ് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം മാത്രം നമ്മൾ എന്ത് ചെയ്തു അതേ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം നമ്മളത് യൂഷ്വലി എടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ആ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ബോത്ത് ദി ട്രെയിൻ. ഓക്കെ, ലെറ്റ്സ് സേ L1 ആൻഡ് L2 ബൈ നമുക്ക് ആ ഒരു സ്പീഡ്, പക്ഷെ ആ സ്പീഡ് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ
സ്പീഡ് എന്താവണം, നമ്മുടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ആഡ് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ S1 + S2 എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. സോ നമുക്ക് വളരെ പെട്ടെന്ന് ഇനി വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 250 ഈച്ച് ആണ്. സോ 250 ഈച്ച് എന്ന് പറയുമ്പോൾ 250 × 2 എന്ന് വരും, ഡിവൈഡഡ് ബൈ നമ്മുടെ സം ഓഫ് ബോത്ത് ദി സ്പീഡ്സ് ആർ 90 യും 60 യും. സോ 90 + 60 നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് എടുത്താൽ മാത്രം മതി. സോ നമ്മൾ ഇവിടെ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇത് മീറ്ററിലും നമ്മുടെ സ്പീഡ് എന്തിലുമാണ്, km/h സോ കൺവേർഷൻ കൂടി വേണം. സോ ഇൻറ്റു 5/18 കൂടി നമ്മൾ എടുക്കണം. സോ ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആൻസർ ഇൻ സെക്കൻഡ്സിൽ തന്നെ നമുക്ക് കിട്ടും. സോ ഇനി നമുക്ക് ഇത് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. നമുക്ക് ഇവിടെ മേളിൽ 500 വരുന്നുണ്ട്, താഴെ നമുക്ക് എത്ര വരുന്നുണ്ട്, 150 വരുന്നുണ്ട്, ഇൻറ്റു നമുക്ക് 18 and 5 വരുന്നുണ്ട്. സോ 5ഉം 5ഉം ക്യാൻസൽ, ഇവിടുന്ന് ഈ സീറോസ് ക്യാൻസൽ. നമുക്ക് ഈ ഒരു 15 എന്ന് പറഞ്ഞാൽ 3 × 5 ആണ്. സോ ഇവിടുന്ന് ഒരു 5 ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ 2 എന്നും വരും, ഇവിടെ നമ്മളൊരു 3 ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെന്നും വരും, നമുക്ക് 6 എന്നും വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 × 6 നമ്മുടെ ആൻസർ എന്തായിരിക്കും വരാൻ പോകുന്നത്, 12 സെക്കൻഡ്സ് എന്നായിരിക്കും നമുക്ക് ആൻസർ വരാൻ പോകുന്നത്. നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി 12 സെക്കൻഡ്സ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി 12 സെക്കൻഡ്സ്. അപ്പം ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒന്ന് ക്യാൻസൽ ചെയ്തെടുക്കുക, കൺവേർഷൻ ചെയ്യാൻ മറന്നുപോലെ ജസ്റ്റ് സോൾവ് ചെയ്യുക, നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റൻസ് ഒരുപാട് റിപ്പീറ്റ് ആയിട്ടുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റൻ നേരത്തെയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ട്രെയിനിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാനായിരിക്കും, ചിലപ്പം ട്രെയിനിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ ഒരു സ്പീഡായിരിക്കും കണ്ടുപിടിക്കാൻ പറയുന്നത്, ചിലപ്പം ക്രോസ് ചെയ്യാനായിരിക്കുന്ന സമയം കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. സോ ഏതാണോ ചോദിക്കുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു കണ്ടീഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഒരു കണ്ടീഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് സോൾവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ എടുക്കാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റൻ, ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എഗെയിൻ നിങ്ങൾക്കറിയാം, നമ്മുടെ റിലേറ്റീവ് സ്പീഡിന്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ് കൺസെപ്റ്റ് ആയ നമ്മുടെ ആ ഒരു പോലീസ് ആൻഡ് തീഫിന്റെ അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡിന്റെ ഒരു ആപ്ലിക്കേഷൻ കൺസെപ്റ്റ് ആയ പോലീസ് ആൻഡ് തീഫിന്റെ ക്വസ്റ്റൻ ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, തീഫ് റണ്ണിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 8 km/h ഈസ് ചേസ്ഡ് ബൈ എ പോലീസ്മാൻ ഹൂസ് സ്പീഡ് ഈസ് 10 km/h. If the thief is 100 meters ahead of the policeman, then the time required for the policeman to catch the thief will be എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സമയം 3 മിനിറ്റ്, അതുപോലെ 2 മിനിറ്റ്, 6 മിനിറ്റ് ആൻഡ് 10 മിനിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന സമയം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, നമുക്കറിയാം റിലേറ്റീവ് സ്പീഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ നമ്മൾ വളരെയധികം കാണുന്നതാണ് SSC റെയിൽവേ എക്സാംസിലൊക്കെ തന്നെ. അപ്പോൾ ഒരു 1 മിനിറ്റ് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് നിങ്ങൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ എടുക്കാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. അതിൻ്റെ ഷോർട്ട് കട്ട്സ് ഒക്കെ ഓൾറെഡി നമ്മൾ പലതവണ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ആൻസർ എടുക്കാം, ഈവൻ നോക്കി ആൻസർ എങ്ങനെ എടുക്കാം എന്നുള്ളത് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സസ് പോകുന്ന സമയത്ത്, ഓഫ്ലൈൻ ക്ലാസ്സസിൽ. അപ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് ഈവൻ നോക്കി എടുക്കാൻ പറ്റുമെങ്കിൽ നോക്കി തന്നെ എടുക്കാൻ നോക്കുക. നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ തന്നെ ഏറ്റവും നല്ല ക്വസ്റ്റൻ ആയിട്ടാണ് ഈ ഒരു റിലേറ്റീവ് സ്പീഡിന്റെ ഈ ഒരു പോലീസ് ആൻഡ് തീഫിന്റെ ക്വസ്റ്റനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ എടുക്കാൻ പറ്റും. നമ്മൾ അവിടുത്തെ ആ റിലേഷൻസ് ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതി നമുക്ക് ആൻസേഴ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു 1 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇനി വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാം. സോ എങ്ങനെയാണ് വളരെ ഷോർട്ടായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ യൂഷ്വലി എല്ലാവരും എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. റിലേറ്റീവ് സ്പീഡ് എടുക്കും, നമുക്ക് 10 തന്നിട്ടുണ്ട്, 8 തന്നിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് 2 km/h, അവർ രണ്ടുപേരും സെയിം ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്താവണം, മൈനസ് ആവണം. അപ്പോൾ ആ 10ഉം 8 കൂടി മൈനസ് ചെയ്ത് 2 km/h റിലേറ്റീവ് സ്പീഡ് എടുക്കും. ഇനി കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, നമുക്ക് ആ ഒരു 100 മീറ്റർ ആണ് പറയുന്നത്. അങ്ങനെ ഈ 100 മീറ്റർ ഡിസ്റ്റൻസ് നമുക്കറിയാം, റിലേറ്റീവ് സ്പീഡ് അറിയാം, കൺവേർഷൻസ് യൂസ് ചെയ്യും. ഇത് എന്നിട്ട് ടൈം എത്ര എടുക്കുന്ന ഈ പോലീസ് തീഫിനെ ക്യാച്ച് ചെയ്യാൻ എന്നുള്ളത് നമ്മൾ യൂഷ്വൽ നമ്മുടെ രീതിയിൽ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച്, അതൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി മാറ്റി വെച്ച് ചുമ്മാ നോക്കി എങ്ങനെ ആൻസർ എടുക്കാം എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിയർലി കാണാൻ പറ്റും നമ്മുടെ റിലേറ്റീവ് സ്പീഡ് എന്താ വരുന്നത് എന്നുള്ളത്. 10ഉം 8ഉം ആണ് തന്നേക്കുന്നത്. നമുക്ക് അത് നോക്കുമ്പോൾ തന്നെ അറിയാം 2 km/h ആണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ വാല്യൂ, ഈ ഒരു ചെറിയ നോക്കിയാൽ കിട്ടുന്ന ഈ ഒരു ചെറിയ വാല്യൂ മാത്രം മതി ആൻസർ എടുക്കാൻ വേണ്ടി. എങ്ങനെ 2 km/h എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് നിങ്ങളൊന്ന് ആലോചിക്കുക. 2 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ, 60 മിനിറ്റ്. 60 മിനിറ്റിലാണ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്, 2 കിലോമീറ്റർ കവർ ചെയ്യുന്നത്. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2000 മീറ്റർ ആണ് 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ, ആണല്ലോ.
ഇനി ഈ ക്വസ്റ്റിന്റെ ആൻസർ വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ രണ്ട് സൈഡിൽ നിന്ന് ഓരോ 0 ക്യാൻസൽ ചെയ്യാം. നമുക്ക് 100 മീറ്റർ അല്ലേ പറഞ്ഞേക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ 200 നമുക്ക് വന്നേക്കുന്നത്. ഈ 200നെ കട്ട് ചെയ്ത് ഹാഫ് ചെയ്യുക, 100 ആവും. ആൻഡ് ഇവിടെ നിന്ന് ഈ 6നെ കട്ട് ചെയ്ത് പകുതിയാക്കുക, 3 ആവും. അങ്ങനെയാണ് ഈ 3 മിനിറ്റ് 100 മീറ്റർ ആൻസർ. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കി തന്നെ ആൻസർ എടുക്കാൻ പറ്റും. ഈ പോലീസ് ആൻഡ് തീഫിന്റെ ക്വസ്റ്റൻസ് വരുമ്പോൾ യൂഷ്വലി നമ്മൾ എടുക്കുന്ന ആ ഒരു ഫോർമുലസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ 2 km/h വാട്ട് എവർ ദ സ്പീഡിന്റെ ഡിഫറൻസ് വരുന്നത് അതെടുക്കുക. ആ ഒരു വാല്യൂനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ വേണ്ടി. സോ ഇവിടുന്ന് 2 km/h, അപ്പോൾ 2 km/h എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ 60 മിനിറ്റ് ഉണ്ട്. 2000 മീറ്റർ 60 മിനിറ്റ് ആണെങ്കിൽ 200 മീറ്റർ 6 മിനിറ്റ് ആയിരിക്കും. 200 മീറ്റർ 6 മിനിറ്റ് ആണെങ്കിൽ 100 മീറ്ററിന് എത്ര ആയിരിക്കും? 6 മിനിറ്റിന്റെ പകുതി 3 മിനിറ്റ് ആയിരിക്കും. നമുക്ക് നോക്കി ആൻസർ എടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പം ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റൻ ആയിട്ടാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഈ ഒരു ക്വസ്റ്റൻ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്, വളരെ ഈസി ആയിട്ട് ചുമ്മാ നോക്കി ആൻസർ എടുക്കാൻ പറ്റും. സോ ആൻസറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് വന്നാൽ നിങ്ങൾക്ക് 3 മിനിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. സോ ആ ഒരു 3 മിനിറ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ടൈമായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ഒരുപാട് ക്വസ്റ്റൻസ് നമ്മൾ ഒരുപാട് സെഷൻസിലായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഇതേപോലത്തെ അപ്രോച്ചുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റൻസിന് ആൻസർ എടുക്കാൻ വേണ്ടി. സോ ഈ ഒരു അപ്രോച്ചിൽ വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ തന്നെ അതുപോലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസും ഇതേപോലെ തന്നെ നിങ്ങൾ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കുന്ന രീതികൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വരാനിരിക്കുന്ന റെയിൽവേ എക്സാംസ്, അതിപ്പം ജസ്റ്റ് NTPC മാത്രമല്ല, നമ്മുടെ ഈവൻ റെയിൽവേ എക്സാംസിൻ്റെ ബാക്കിയുള്ള എക്സാംസ് ആയാലും ഈവൻ SSC എക്സാംസിലായാലും നിങ്ങൾക്കറിയാം ഇതേപോലത്തെ റിലീജിയസ് സ്പീഡിൻ്റെ ക്വസ്റ്റൻസ് നമുക്ക് ഈ പോലീസ് തീഫിന്റെ ക്വസ്റ്റൻ ഒരുപാട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ്. സോ അതിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഐഡിയാസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് വരുന്ന ക്വസ്റ്റൻസ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റൻസ് നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വരുന്ന സെഷൻ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.